തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബി.ജെ.പി. സീൽ എന്ന വാർത്ത പങ്കുവച്ച ഉത്തർപ്രദേശിലെ മാധ്യമപ്രവർത്തകന് കേരള പോലീസിന്റെ നോട്ടീസ്. മാധ്യമപ്രവർത്തകൻ പീയൂഷ് റോയ്ക്കാണ് നോട്ടീസ് അയച്ചത്. സാമുദായിക ഐക്യത്തെ തകർക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചുവെന്ന നോട്ടീസിൽ പറയുന്നു. തൗഫീഖ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി. തൗഫീഖ്, എന്താണ് ഈ സംഗതി? സംഷാദ്, കഴിഞ്ഞ ദിവസമാണോ ഈ സീൽ വിവാദം ഉണ്ടായത്? അതിന്റെ വിവരങ്ങൾ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചതിനാണ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ കേരള പോലീസ് ആ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായതെന്നാണ് കേരള പോലീസ് അയച്ച ഈ നോട്ടീസിലൂടെ പറയുന്നത്. മാധ്യമപ്രവർത്തകൻ പീയൂഷ് റോയ്ക്കാണ് കേരള പോലീസ് ഇന്നലെ നോട്ടീസ് അയച്ചതെന്നാണ് മാധ്യമപ്രവർത്തകൻ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സാമുദായിക ഐക്യത്തെ തകർക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചു എന്നുകൂടി ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. ട്വീറ്റ് എത്രയും വേഗം നീക്കം ചെയ്യണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ഈ കത്തിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വിവരം പുറത്തുവന്ന ഉടൻ തന്നെ ഈ റോയി തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ഈ വിവരങ്ങൾ പങ്കുവെക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനടിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കേരള പോലീസ് ഇത്തരം ഒരു നോട്ടീസ് ഈ മാധ്യമപ്രവർത്തകൻ അയച്ചത്. എന്നാൽ ഈ നോട്ടീസ് ലഭിച്ചതിന് ശേഷവും തന്റെ ട്വീറ്റ് പിൻവലിക്കാനായിട്ട് മാധ്യമപ്രവർത്തകൻ പീയൂഷ് റോയ് തയ്യാറായിട്ടില്ല. ഓക്കെ, ഈ എന്ന് വെച്ചാൽ അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ഇത്തരം സംഗതികൾ ഉണ്ടാക്കുന്ന പലതരം ആശയക്കുഴപ്പങ്ങൾ, വ്യാജങ്ങൾ, ഡിവൈഡുകൾ ഇവയെല്ലാം തടയുന്നതിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന നടപടി എന്നതായിരിക്കുമോ ഇക്കാര്യത്തിൽ പോലീസിനുള്ള വിശദീകരണം തൗഫീഖ്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് കമ്മീഷൻ നിലപാട്. നേരത്തെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ കമ്മീഷൻ അത് നിരസിച്ചിരുന്നു. പിന്നീടാണ് ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന രീതിയിൽ കേരളത്തിൽ നിന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. നേരത്തെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച വിവരം ഇത് അത്തരമൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല. കാരണം കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ സീൽ ഇല്ലാത്ത നോട്ടിഫിക്കേഷനാണ് ഇട്ടിരിക്കുന്നത്, അതെല്ലാവർക്കും കാണാമെന്നുള്ള വിശദീകരണം കമ്മീഷന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇത് തിരുത്തി ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന രീതിയിൽ ഒരു വിശദീകരണം കമ്മീഷന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകൻ ഈ വിവരം എക്സ്പോസ്റ്റിൽ ചെയ്തത്. പിന്നീടാണ് കേരള പോലീസിന്റെ ഭാഗത്തുകൊണ്ട് ഇത്തരമൊരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ് പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അത് ഇതുവരെ പിൻവലിക്കാനായിട്ട് പീയൂഷ് റോയ് ഇതുവരെയും തയ്യാറായിട്ടില്ല. പകരം പലതരത്തിലുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം വീണ്ടും എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് മുന്നോട്ടുള്ള നടപടി എന്നറിയില്ല. ശരി.